നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം ഭയത്തോടെ കേൾക്കേണ്ട ഒരു വാർത്തയാണിത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം ക്രൂര വാർത്തകൾ റിപ്പോർട്ടുകളായി വരുന്നു. കുട്ടികളുടെ ഭാവിയോർത്ത് മാനഹാനി ഭയന്ന് പലരും പലതും വെളിപ്പെടുത്തുന്നില്ല. പത്തനംതിട്ട അടൂരിൽ ഇന്നലെ നടന്നത് അതിക്രൂരമായൊരു സംഭവം. ഒരു 5ാം ക്ലാസ്സുകാരിയെ മൃഗീയമായി പീഡിപ്പിച്ചത് 16 വയസ്സുള്ളവൻ. 16 വയസ്സുകാരൻ്റെ കൂട്ടുനിന്ന് ഒപ്പം പീഡനം നടത്തിയത് മറ്റൊരു 19കാരൻ. ഈ 16കാരനും ഇനി ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിൻ്റെ പരിധി ഉപയോഗിച്ച് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുതന്നെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടാനുള്ള കാരണവും. പത്തനംതിട്ട അടൂരിൽ ഇന്നലെ നടന്ന പീഡനം എങ്ങനെയാണ് എന്നുകൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പെൺകുട്ടി അവളുടെ കൂട്ടുകാരികൾക്കൊപ്പം നടന്നു വരുന്നു. 5ാം ക്ലാസ്സുകാരിയാണ് പെൺകുട്ടി. പെട്ടെന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ ഈ 16കാരൻ അവർക്കിടയിലേക്ക് ചാടി വീഴുന്നു. കൂട്ടുകാരികളെയൊക്കെ പേടിപ്പിച്ചോടിച്ചു. പിന്നീട് കൊച്ചു പെൺകുട്ടിയുടെ വാ പൊത്തിപ്പിടിച്ച് ആളൊഴിഞ്ഞ ഒരു പുരയിടത്തിലേക്ക് അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ആ വീട്ടിൽ വെച്ച് അവളെ മൃഗീയമായി പീഡിപ്പിച്ചു. ആദ്യം 16കാരൻ, പിന്നീട് ഒപ്പമുണ്ടായിരുന്ന 19കാരൻ. ആ 19കാരൻ 16കാരൻ്റെ ബന്ധുവായിരുന്നു. കൊച്ചിയിൽ നിന്ന് ഒരു ചടങ്ങിൽ പങ്കെടുക്കാനാണ് 19കാരൻ അടൂരിലെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുന്നുവെന്ന് ജി സന്തോഷ് DYSP പറയുന്നു. പ്രതികളൊക്കെ പിടിയിലായി തെളിവുകൾ ശേഖരിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിൻ്റെ പഴുതിലൂടെ ഇനി ആ വിദ്യാർത്ഥി രക്ഷപ്പെടും. കാരണം അവൻ പ്രായപൂർത്തിയാകാത്തവനാണ്. കൂടി വന്നാൽ അവനെ കാത്തിരിക്കുന്നത് വെറും 3 വർഷ തടവ് ശിക്ഷ മാത്രം. അതും തടവ് ശിക്ഷയെന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു ഹോസ്റ്റലിൽ കൗൺസിലിംഗ് ഒക്കെയായി അവന് 3 വർഷം കഴിയേണ്ടി വരും, അത്രമാത്രം. പെൺകുട്ടിയുടെ അയൽവാസിയാണ് ഈ 16കാരൻ. നേരത്തെ മുതൽ പെൺകുട്ടിയെ ഇവനറിയാം. പോലീസിന് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പെട്ടെന്ന് തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തത്. പെൺകുട്ടിയുടെ കൂട്ടുകാരികൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിവരം പറഞ്ഞിരുന്നു. പെൺകുട്ടിയെ തേടിയിറങ്ങിയ മാതാപിതാക്കളുടെ മുന്നിലേക്ക് ആ 10 വയസ്സുകാരി കണ്ണീരോടെ വന്നു. പോക്സോ വകുപ്പ് പ്രകാരമാണ് 19കാരനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ പ്രായപൂർത്തിയാകാത്ത 16കാരൻ ഈ കേസിൽ നിന്ന് തടിയൂരും. 10 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് അവൻ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്തത്. ഇവനൊക്കെ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് രക്ഷപ്പെടുമ്പോൾ നമ്മുടെ കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. സ്ഥലത്ത് ഒരു ചടങ്ങിനെത്തിയതായിരുന്നു അതിജീവിതയായ ഈ പെൺകുട്ടി. കുട്ടിയെ പരിചയമുള്ള ആളുകൾ തന്നെയാണ് പ്രതികൾ. ചുറ്റുമുള്ളവരൊക്കെ പരിചയക്കാർ. അത്ര സുരക്ഷിതമായ ഒരിടത്തിൽ നിന്നാണ് ആ പെൺകുട്ടിയെ അവൻ നിഷ്ഠൂരമായി പീഡനത്തിന് ആളൊഴിഞ്ഞ ഒരു കാട്ടുപ്രദേശത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയത്. എറണാകുളം സ്വദേശിയായ യുവാവ് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് പിടികൂടി. ചോദ്യം ചെയ്യലിൽ ഇരുവരും ആദ്യം കുറ്റം നിഷേധിച്ചു. എന്നാൽ പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയിൽ അവൾ പീഡനത്തിനിരയായി എന്ന് കൃത്യമായി മനസ്സിലായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യുകയും 19കാരൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴും കുറ്റം നിഷേധിച്ചുകൊണ്ട് നിൽക്കുന്ന ആ 16കാരൻ. പ്രായപൂർത്തിയാവാത്ത അവനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഈ കേസിൽ പ്രായപൂർത്തിയാകാത്തവൻ്റെ കാര്യത്തിൽ ഒരുപാട് പരിമിതികളുണ്ട് പോലീസിന്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പത്തനംതിട്ടയിൽ കായിക താരമായ ഒരു കൊച്ചു പെൺകുട്ടിയെ 64 പേർ ചേർന്ന് പീഡിപ്പിച്ച ഒരു ചെയിൻ പരമ്പര നമ്മൾ കേട്ടത്. അതിന്റെ ഞെട്ടൽ മാറും മുൻപാണ് ഇപ്പോൾ പുതിയ ദുരന്തം പത്തനംതിട്ടയിൽ സംഭവിച്ചിരിക്കുന്നത്. കായിക താരമായ പെൺകുട്ടിക്ക് 13 വയസ്സുള്ളപ്പോൾ മുതൽ ഒരു കൂട്ടം ചെന്നായ്ക്കൾ അവളെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചു. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ എത്തിച്ച് അവളെ പലർക്കും കാഴ്ചവെച്ചു. കിട്ടിയവരൊക്കെ ആ പെൺകുട്ടിയെ വീണ്ടും ഉപയോഗിച്ചു. അവളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പകർത്തി അതുപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് കൂടുതൽ ചെന്നായ്ക്കൾ അവളെ ഇരയാക്കി. പത്തനംതിട്ടയിൽ നിന്ന് തന്നെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മൾ മറ്റൊരു വാർത്ത കേട്ടിരുന്നു. +2 വിദ്യാർത്ഥിനിയായ 17കാരി മറ്റു ചില അസുഖങ്ങൾക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സംഭവം. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പെൺകുട്ടി മരണമടയുന്നു. പരിശോധനയിൽ അവൾ ഗർഭിണിയാണ് എന്ന് കണ്ടെത്തി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അവളുടെ സഹപാഠിയാണ് ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയത് എന്നും മനസ്സിലായി. DNA പരിശോധനയിൽ സഹപാഠിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും തെളിഞ്ഞു. പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം നോക്കി 18കാരൻ ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി അവളെ തുടർച്ചയായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. കേരളത്തിനിത് എന്ത് സംഭവിച്ചു? വലിയൊരു പ്രാന്തിലേക്കാണ് നമ്മുടെ വിദ്യാലയങ്ങളും കോളേജുകളും ഒക്കെ ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തും എവിടെയും നടക്കും എന്നർത്ഥം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഒരു +1 വിദ്യാർത്ഥി തന്റെ സഹവിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരനെ കത്തികൊണ്ട് കുത്തി സ്കൂൾ ബസ്സിൽ വീഴ്ത്തിയത്. പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ചില വീഡിയോകൾ. അതിലൊന്ന്
ഒരു കുട്ടി അവൻ്റെ കൂട്ടുകാർക്കൊപ്പം മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നു. അവർക്കിടയിലേക്ക് കടന്നു ചെല്ലുന്ന ആ ആൺകുട്ടിയുടെ അപ്പൻ, എന്നാൽ അപ്പനാണെന്നൊന്നും നോക്കില്ല, താങ്ങിക്കളയുമെന്ന് പറഞ്ഞ് അപ്പനെ ക്രൂരമായി മർദ്ദിക്കുന്നു മകനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന്. അതിദാരുണമായ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു. മറ്റൊന്ന്, സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ നേർക്ക് കയ്യോങ്ങുന്ന ഒരു വിദ്യാർത്ഥിയുടെ വൈറൽ വീഡിയോ. സ്കൂളിലെത്തിയ അവൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയതിൻ്റെ പേരിലായിരുന്നു അന്ന് പ്രിൻസിപ്പലിന് നേർക്ക് അവൻ കയ്യോങ്ങിയത്. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന അധ്യാപകർക്ക് നേരെയും അവൻ ആക്രോശം മുഴക്കി. എൻ്റെ മൊബൈൽ ഫോൺ ഇവിടെ വാങ്ങിവെച്ച് നിങ്ങൾ പുറത്തേക്കിറങ്ങിയാൽ ഞാൻ തീർത്ത് കളയും. പള്ളയ്ക്ക് കത്തി കയറ്റുമെന്ന് പറഞ്ഞാൽ കയറ്റിയിരിക്കും, കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിടും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് മാഷേ. താൻ ഈ സ്കൂളിന് പുറത്തേക്കൊന്നിറങ്ങ്, ഞാനങ്ങ് കൊന്നിടുമെന്ന് പറഞ്ഞാൽ കൊന്നിടും. ഇത്തരത്തിൽ ആക്രോശിക്കുന്ന ചില വിദ്യാർത്ഥികൾ, ഇവരൊക്കെ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളാണ്. ഇന്നിതാ മറ്റൊരു വാർത്ത കൂടി തിരുവനന്തപുരം മംഗലപുരത്ത് നിന്ന് വരുന്നു. 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 4 പേർ അറസ്റ്റിൽ. അശ്വിൻ ദേവ്, അഭിറാം, ശ്രീജിത്ത്, അഭിരാജ് എന്നിവരെയാണ് മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശ്രീജിത്തിന്റെ പെൺസുഹൃത്തുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് അവനെ തട്ടിക്കൊണ്ടുപോയത് എന്നൊരു കൂസലുമില്ലാതെ ഈ പ്രതികൾ പോലീസിനോട് പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥികളെ പ്രതികൾ കോമ്പസ് ഉപയോഗിച്ച് മാരകമായി മുറിവേൽപ്പിച്ചിരുന്നു. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് ആ വിദ്യാർത്ഥിയെ അവർ തട്ടിക്കൊണ്ടുപോയത്. ഒടുവിൽ രാത്രി 10 മണിയോടെ ആറ്റിങ്ങലിന് സമീപം കീഴാറ്റങ്ങലിലുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നാണ് അവനെ കണ്ടെത്തിയത്. കാറിലെത്തിയ 4 അംഗ സംഘം ബലമായി പിടിച്ചുകൊണ്ടുവരികയായിരുന്നു എന്നവൻ പറഞ്ഞു. ഇതിന് പിന്നാലെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. കുട്ടിയെ ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ മറുതലയ്ക്കൽ പ്രതികൾ അസഭ്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ പോലീസ് ഫോണിൽ വിളിക്കുമ്പോഴും ഇതുതന്നെയായിരുന്നു സ്ഥിതി. ഇതിനുശേഷം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ സ്വിച്ച് ഓഫായി. ദിവസങ്ങൾക്ക് മുൻപും ഇതേ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത്. പത്തനംതിട്ട അടൂർ ഭാഗങ്ങളിൽ നിന്ന് എത്രയെത്ര ക്രൂര സംഭവങ്ങളാണ് ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ റിപ്പോർട്ടുകളായി പുറത്തുവന്നത്. 18 വയസ്സ് പൂർത്തിയാകാൻ ഒരു ദിവസം പോലും വേണ്ട, മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ടായാൽ പോലും ഈ പ്രതികൾ നിയമത്തിന്റെ പഴുതുപയോഗിച്ച് രക്ഷപ്പെടും. അതിക്രൂരമായ എത്രയെത്ര ക്രിമിനൽ സംഭവങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മുമ്പൊരിക്കൽ ഡൽഹിയിലെ നിർഭയ എന്ന ദുരന്തം, ഒരു പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ച് ഒടുവിൽ അവളെ കൊന്നെറിഞ്ഞ സംഭവത്തിൽ ഒരു പ്രതി 17 വയസ്സിന്റെ പേരിൽ രക്ഷപ്പെട്ടപ്പോൾ ഭാരതം ഇളകി മറിഞ്ഞിരുന്നു. ഇന്ത്യയിലെ നിലവിലുള്ള ബാലനീതി വ്യവസ്ഥയിൽ മാറ്റം വരണമെന്ന് ചിലർ ശക്തമായി വാദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. 2000-ൽ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന ബാലനീതി നിയമം 2012-ലെ ഡൽഹി കൂട്ടബലാത്സംഗ കേസ് നിർഭയ കേസ് എന്നാണ് അറിയപ്പെടുന്നത്. ബാലനീതി വ്യവസ്ഥയ്ക്ക് മാത്രമല്ല, ക്രിമിനൽ നീതി വ്യവസ്ഥയ്ക്കും അതൊരു കളങ്കമായിരുന്നു. ഇന്ത്യയിൽ പ്രായപൂർത്തിയാകാത്തവർ നിയമത്തിന്റെ പഴുതുപയോഗിച്ച് രക്ഷപ്പെടുകയാണ് പലപ്പോഴും. ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ എന്തുകൊണ്ട് ഈ നിയമം ഉപയോഗിച്ച് പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നു? രാജ്യത്ത് പ്രായപൂർത്തിയാകാത്തവരുടെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വളരെയധികം വർദ്ധിച്ചു വരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ആകെ കുറ്റകൃത്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രായപൂർത്തിയാകാത്തവരുടെ കുറ്റകൃത്യങ്ങളുടെ ശതമാനം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 10% വർദ്ധിച്ചിരിക്കുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായി ഈ ശതമാനക്കണക്കിൽ വലിയ വർധനവാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും ബലാത്സംഗം ചെയ്യുന്ന പ്രായപൂർത്തിയാകാത്തവരുടെ ശതമാനം 55%-ലധികം വർദ്ധിച്ചുവെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്റർനെറ്റിന്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികളുടെ കയ്യിലടക്കം ഇത്തരം അശ്ലീല വീഡിയോകളും അശ്ലീല ചിത്രങ്ങളുമൊക്കെയുണ്ട്. അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെയോ മറ്റു വിദ്യാർത്ഥിനികളെയോ അവർ പീഡിപ്പിക്കുന്ന നിരവധി സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. മാനഹാനി ഭയന്ന് പല രക്ഷിതാക്കളും ഇത് പുറത്തു പറയാറില്ല എന്ന് മാത്രം. പല പ്രായപൂർത്തിയാകാത്ത ലൈംഗിക കുറ്റവാളികളും ആദ്യം സ്വയം ഇരകളായി തീർന്നവരാണ് എന്ന് ആക്ടിവിസ്റ്റുകൾ പറയുന്നു. എന്നാൽ ഇത്തരം ന്യായീകരണങ്ങളൊന്നും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിലനിൽക്കില്ല എന്ന് ഉറക്കെ പറയുന്ന നിയമങ്ങളാണ് നമുക്ക് ആവശ്യം. ഗുരുതരവും ഹീനവുമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രായപൂർത്തിയാകാത്തവരെ കോടതികളിലല്ല പോലീസ് ഹാജരാക്കുന്നത്, മറിച്ച് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെയാണ്. ഇത്തരം കേസുകൾ കോടതി തന്നെ കൈകാര്യം ചെയ്യണമെന്ന ആവശ്യം പല കാലങ്ങളായി ഇന്ത്യയിൽ ഉയർന്നു വരുന്നു. ജുവനൈൽ കോടതികൾ വിധിക്കുന്ന ശിക്ഷ
പലപ്പോഴും വളരെ ചെറിയതു മാത്രമാണ് എന്നത് ഇത്തരം കുറ്റകൃത്യങ്ങൾ പെരുകാൻ കാരണവുമാകുന്നു. ചരിത്രവും സംസ്കാരവും ഒക്കെ ഇഴപിരിഞ്ഞു കിടക്കുന്നതാണ് പ്രായപൂർത്തി എന്ന വാക്കുമായി ചേർന്ന് നിൽക്കുന്നത്. ഐക്യരാഷ്ട്രസഭ കൺവെൻഷൻ അനുസൃതമായി 2000 ഇന്ത്യ രൂപം കൊടുത്ത ഒരു സംവിധാനമാണ് ജുവനൈൽ ജസ്റ്റിസ് ഫോറം. ഏതൊരു കാലഘട്ടത്തിലോ സ്ഥലത്തോ നിരന്തരമായ പരിഷ്കരണത്തിന് വിധേയമാകേണ്ട ഒരാശയമാണ് ബാല്യം. നിയമമനുസരിച്ച് ഇന്ത്യയിൽ ക്രിമിനൽ ഉത്തരവാദിത്വത്തിന്റെ ഇപ്പോഴത്തെ പ്രായം 18 വയസ്സ്. ഈ നിയമപ്രകാരം ജുവനൈൽ കുറ്റവാളികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു. മുതിർന്ന കുറ്റവാളികളുടെ അതേ കോടതിയിൽ അവരെ വിചാരണ ചെയ്യുകയുമില്ല. എന്നാൽ പലപ്പോഴും പ്രായപൂർത്തിയായ കുറ്റവാളികളെക്കാൾ കടുത്ത മനോനിലയാണ് ഈ കുട്ടിക്കുറ്റവാളികൾ പ്രകടിപ്പിക്കുന്നത്. പത്തനംതിട്ട അടൂരിൽ സംഭവിച്ച ഈ ദുരന്തം കേരളത്തിന്റെ കണ്ണു തുറപ്പിക്കുക തന്നെ ചെയ്യണം. ഇത്തരം ദുരന്തങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ആവർത്തിക്കുന്നു. അവരൊക്കെ കുട്ടിക്കുറ്റവാളികൾ എന്ന പഴുതുപയോഗിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.